ഓം ശാന്തി. 23/7/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് കൃത്യസമയത്ത് തൻ്റെ വീട്ടിലേക്ക് തിരികെ പോകേണ്ടതുണ്ട്. അതിനാൽ ഓർമ്മയുടെ വേഗത വർദ്ധിപ്പിക്കൂ. ഈ ദുഃഖധാമത്തെ മറന്ന് ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. ചോദ്യം: ഏതൊരു ഗുഹ്യ രഹസ്യം നിങ്ങൾ മനുഷ്യരെ കേൾപ്പിക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധിയിൽ കോളിളക്കം ഉണ്ടാകും? ഉത്തരം: അവരെ ഈ ഗുഹ്യ രഹസ്യം കേൾപ്പിക്കൂ. ആത്മാവ് ഇത്രയും ചെറിയൊരു ബിന്ദുവാണ്. അതിൽ പാർട്ട് ഫോർ എവർ നിറഞ്ഞിരിക്കുകയാണ്. ആ പാർട്ട് അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. മോക്ഷം ആർക്കും ലഭിക്കുക സാധ്യമല്ല. മനുഷ്യർ വളരെയധികം ദുഃഖം കാണുമ്പോൾ പറയുന്നു, മോക്ഷം ലഭിച്ചെങ്കിൽ നന്നായിരുന്നു. പക്ഷേ അവിനാശിയായ ആത്മാവിന് പാർട്ട് അഭിനയിക്കാതെ ഇരിക്കാൻ സാധിക്കില്ല. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കോളിളക്കം ഉണ്ടാകും. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് ആത്മീയ കുട്ടികളാണ്. ബാബ ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു. തീർച്ചയായും ഈ ലോകത്തിൽ ദരിദ്രർക്ക് എത്ര ദുഃഖമാണ്. ഇപ്പോൾ ഈ ഫ്ലഡ്സും മറ്റും ഉണ്ടാകുമ്പോൾ ദരിദ്രർക്ക് ദുഃഖമുണ്ടാകുന്നു. അവരുടെ സാധനങ്ങൾക്ക് മറ്റും എന്തവസ്ഥയാണ് ഉണ്ടാകുന്നത്? ദുഃഖം ഉണ്ടാകുന്നുവല്ലോ, അപാര ദുഃഖമാണ്. ധനികർക്ക് സുഖമുണ്ട്, പക്ഷേ അതും അല്പകാലത്തേക്കാണ്. ധനികർക്കും രോഗം ബാധിക്കുന്നു, മൃത്യുവും വളരെയധികം ഉണ്ടാകുന്നു. ഇന്ന് ഇന്നയാൾ മരിച്ചു, ഇന്ന് ഇത് സംഭവിച്ചു, ഇന്ന് പ്രസിഡന്റാണ്, നാളെ സിംഹാസനം ഉപേക്ഷിക്കേണ്ടി വരുന്നു. ചുറ്റിവളഞ്ഞ് അവരെ താഴെ ഇറക്കുന്നു. ഇതും ദുഃഖമാണ്. ബാബ പറഞ്ഞിട്ടുണ്ട്, ദുഃഖങ്ങളുടെയും ലിസ്റ്റ് എടുക്കൂ. ഏതെല്ലാം പ്രകാരത്തിലുള്ള ദുഃഖമാണ് ഈ ദുഃഖധാമത്തിലുള്ളത്. കുട്ടികളായി നിങ്ങൾ സുഖധാമത്തെയും അറിയുന്നു. ലോകം ഒന്നും അറിയുന്നില്ല. ദുഃഖധാമത്തെയും സുഖധാമത്തെയും അവർക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ബാബ പറയുന്നു, നിങ്ങൾ എല്ലാം അറിയുന്നു. തീർച്ചയായും പറയുന്നത് സത്യമാണ് എന്ന് അംഗീകരിക്കും. ഇവിടെ ആർക്കാണോ വലിയ വലിയ കെട്ടിടമുള്ളത്, എയ്റോപ്ലെയിനും മറ്റും ഉള്ളത്, അവർ വിചാരിക്കുന്നു കലിയുഗം ഇനിയും 40,000 വർഷം തുടരേണ്ടതുണ്ടെന്ന്. പിന്നീടായിരിക്കും സത്യുഗം വരിക എന്ന്. ഘോര അന്ധകാരത്തിലാണല്ലോ. ഇപ്പോൾ അവരെ സമീപം കൊണ്ടുവരണം. ബാക്കി അല്പം സമയമേ ഉള്ളൂ. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നതെവിടെ? നിങ്ങൾ 5000 വർഷം എന്ന് തെളിയിച്ച് പറഞ്ഞു കൊടുക്കുന്നതെവിടെ? ഈ 5000 വർഷത്തിനു ശേഷം ചക്രം റിപ്പീറ്റ് ആകുന്നു. ഡ്രാമ ലക്ഷക്കണക്കിന് വർഷങ്ങളുടേതായിരിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്തെല്ലാം സംഭവിക്കുന്നോ അത് 5000 വർഷത്തിനുള്ളിലായിരിക്കും. അപ്പോൾ ഇവിടെ ദുഃഖധാമത്തിൽ രോഗങ്ങളും മറ്റുമെല്ലാം ഉണ്ടാകുന്നു. നിങ്ങൾ മുഖ്യമായ കുറച്ച് കാര്യങ്ങൾ എഴുതൂ. സ്വർഗത്തിൽ ദുഃഖത്തിൻ്റെ പേര് പോലുമില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിക്കുന്നു, മരണം മുന്നിൽ നിൽക്കുകയാണ്. ഇത് അതേ ഗീതയുടെ എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സംഗമയുഗത്തിൽ തന്നെയാണ് സത്യയുഗത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നത്. ബാബ പറയുന്നു, ഞാൻ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. അപ്പോൾ തീർച്ചയായും സത്യയുഗത്തിലേതായിരിക്കുമല്ലോ ആക്കുക. ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നമ്മൾ സുഖധാമത്തിലേക്ക് പോകുന്നു. ബാബയ്ക്ക് കൊണ്ടുപോകേണ്ടി വരും. ആര് നിരന്തരം ഓർമ്മിക്കുന്നുവോ അവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. അതിനുവേണ്ടി ബാബ യുക്തികൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ഓർമ്മയുടെ വേഗത വർദ്ധിപ്പിക്കൂ. കുംഭമേളയ്ക്കും കൃത്യസമയത്ത് പോകേണ്ടതുണ്ട്. നിങ്ങൾക്കും കൃത്യസമയത്ത് പോകേണ്ടതുണ്ട്. എത്രയും വേഗം പോയി എത്തിച്ചേരും എന്നല്ല, അങ്ങനെയല്ല. വേഗം പോവുക എന്നത് സ്വന്തം കൈകളിലല്ല. ഇത് ഡ്രാമയിൽ അടങ്ങിയതാണ്. മഹിമ മുഴുവൻ ഡ്രാമയുടേതാണ്. ഇവിടെയുള്ള എത്ര ജീവജന്തുക്കളും മറ്റും ദുഃഖം നൽകുന്നവയാണ്. സത്യയുഗത്തിൽ ഇവ ഉണ്ടായിരിക്കില്ല. ഉള്ളിൽ ചിന്തിക്കണം, അവിടെ ഇന്നതെല്ലാം ഉണ്ടായിരിക്കും. സത്യയുഗത്തെ
ഓർമ്മ വരുന്നുണ്ടല്ലോ. സത്യയുഗത്തിൻ്റെ സ്ഥാപന ബാബ ചെയ്യുന്നു. അവസാനം മുഴുവൻ ജ്ഞാനവും നട്ഷെല്ലിൽ ബുദ്ധിയിൽ വരുന്നു. ഏതുപോലെ ബീജം എത്ര ചെറുതാണ്, വൃക്ഷം എത്ര വലുതാണ്. മറ്റേത് ജഡവസ്തുക്കളാണ്, ഇത് ചൈതന്യമാണ്. ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. കൽപ്പത്തിൻ്റെ ആയുസ് നീണ്ടതാക്കിയിരിക്കുകയാണ്. ഭാരതം തന്നെയാണ് വളരെയധികം സുഖം നേടുന്നത്. അപ്പോൾ ദുഃഖവും ഭാരതം തന്നെയാണ് നേടുന്നത്. രോഗങ്ങളും മറ്റും ഭാരതത്തിൽ അധികമുണ്ട്. ഇവിടെ കൊതുകുകളെപ്പോലെ മനുഷ്യർ മരിക്കുന്നു. കാരണം ആയുസ് ചെറുതാണ്. ഇവിടെയുള്ള ശുചിയാക്കുന്നവരും വിദേശത്തുള്ള ശുചിയാക്കുന്നവരും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. വിദേശത്തു നിന്നും മുഴുവൻ ഇൻവെൻഷനും ഇവിടെ വരുന്നു. സത്യയുഗത്തിൻ്റെ പേര് തന്നെ പാരഡൈസ് എന്നാണ്. അവിടെ എല്ലാം സദോ പ്രധാനമാണ്. നിങ്ങൾക്ക് എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും. ഇപ്പോൾ ഇത് സംഗമയുഗമാണ്. ഇതിൽ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. ബാബ പറയുന്നു, ദിനം പ്രതിദിനം ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. മുൻപ് അറിയില്ലായിരുന്നു. ബാബ ഇത്രയുള്ള ബിന്ദുവാണ്. അതിൽ മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുണ്ട്. ഫോർ എവർ നിങ്ങൾ പാർട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ബുദ്ധിയിൽ എത്ര ചഞ്ചലതയുണ്ടാകും. ഇതെന്താണ് പറയുന്നത്? ഇത്രയും ചെറിയ ബിന്ദുവിൽ മുഴുവൻ പാർട്ടും അടങ്ങിയിരിക്കുകയാണ്. അത് അഭിനയിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. ആർക്കും അറിയില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, പകുതി കൽപ്പമാണ് സുഖം, പകുതി കൽപ്പമാണ് ദുഃഖം. വളരെയധികം ദുഃഖം കാണുമ്പോൾ തന്നെയാണ് മനുഷ്യർ ഇങ്ങനെ പറയുന്നത്, ഇതിൽ നിന്നും മോക്ഷം നേടിയെങ്കിൽ. നിങ്ങൾ സുഖത്തിലും ശാന്തിയിലും ആയിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയില്ല. ഈ മുഴുവൻ നോളജും ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഏതുപോലെ ബാബ ബീജമായത് കാരണം ആ ഒന്നിൻ്റെ അടുക്കൽ മുഴുവൻ വൃക്ഷത്തിൻ്റെ നോളജുണ്ട്. വൃക്ഷത്തിൻ്റെ മോഡൽ രൂപം കാണിച്ചിരിക്കുകയാണ്. വലിയത് കാണിക്കാൻ സാധിക്കില്ല. ബുദ്ധിയിൽ മുഴുവൻ നോളജും വരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് എത്ര വിശാല ബുദ്ധി ഉണ്ടായിരിക്കേണ്ടതാണ്. എത്ര മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരുന്നു. ഇന്ന ആൾക്കാർ ഇത്രയും സമയത്തിനു ശേഷം വീണ്ടും വരുന്നു പാർട്ട് അഭിനയിക്കുവാൻ. ഇത് എത്ര വലിയ ഹ്യൂജ് ഡ്രാമയാണ്. ഈ മുഴുവൻ ഡ്രാമയും ഒരിക്കലും ആർക്കും കാണാൻ പോലും സാധിക്കില്ല. ഇംപോസിബിളാണ്. ദിവ്യ ദൃഷ്ടിയിലൂടെ നല്ല വസ്തുക്കൾ കാണുന്നു. ഗണപതി, ഹനുമാൻ, ഇതെല്ലാം ഭക്തിമാർഗമാണ്. എന്നാൽ മനുഷ്യർക്ക് ഭാവന ഇരിക്കുകയാണ്. അപ്പോൾ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ പദവി നേടുന്നതിനായി പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, പുനർജന്മം ഓരോരുത്തർക്കും എടുക്കുക തന്നെ വേണം. ഏണിപ്പടി എങ്ങനെയാണ് ഇറങ്ങിയത്? ഇത് കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞു. ആര് സ്വയം അറിയുന്നുവോ അവർ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ തുടങ്ങും. കഴിഞ്ഞ കൽപ്പത്തിലും ഇത് തന്നെ ചെയ്തിട്ടുണ്ടാകും. ഇതേപോലെ തന്നെ മ്യൂസിയം ഉണ്ടാക്കി കഴിഞ്ഞ കൽപ്പത്തിലും കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാകും. പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കും. ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അനേകം പേരാകും. തെരുവുകൾ തോറും വീടുകൾ തോറും ഈ സ്കൂൾ ഉണ്ടായിരിക്കും. കേവലം ധാരണ ചെയ്യുന്നതിൻ്റെ കാര്യമാണ്. ഇങ്ങനെ പറയൂ, നിങ്ങൾക്ക് 2 പിതാവുണ്ട്. വലിയവൻ ആരാണ്? ആ ഒന്നിനോട് തന്നെയാണ് ദയ കാണിക്കൂ, കൃപ കാണിക്കൂ എന്ന് വിളിക്കുന്നത്. ബാബ പറയുന്നു, യാചിക്കുന്നതിലൂടെ യാതൊന്നും ലഭിക്കുകയില്ല. ഞാൻ വഴി പറഞ്ഞു തന്നിരിക്കുകയാണ്. ഞാൻ വരുന്നത് തന്നെ വഴി പറഞ്ഞു തരാനാണ്. മുഴുവൻ വൃക്ഷവും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ബാബ എത്ര പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. ബാക്കി വളരെ കുറച്ച് സമയമാണ് അവശേഷിച്ചിട്ടുള്ളത്. എനിക്ക് സർവീസുകളായ കുട്ടികൾ ആവശ്യമാണ്. വീടുകൾ തോറും ഗീതാ പാഠശാല ആവശ്യമാണ്. മറ്റ് ചിത്രങ്ങളൊന്നും വയ്ക്കേണ്ടതില്ല. കേവലം പുറത്ത് എഴുതും. ചിത്രമാണെങ്കിൽ ഈ ബാഡ്ജ് തന്നെ മതി. അവസാനം ഈ ബാഡ്ജ് തന്നെയാണ് നിങ്ങൾക്ക് ഉപയോഗത്തിൽ വരുന്നത്. സൂചനയുടെ കാര്യമാണ്.
പരിധിയില്ലാത്ത പിതാവ് തീർച്ചയായും സ്വർഗം തന്നെ രചിക്കും എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ബാബയെ ഓർമ്മിക്കും. അപ്പോഴാണല്ലോ സ്വർഗത്തിലേക്ക് പോവുക. നമ്മൾ പതീതമാണ് എന്നത് മനസ്സിലാക്കുന്നുണ്ട്. ഓർമ്മയിലൂടെ തന്നെയാണ് പാവനമാകുന്നത്. മറ്റൊരു ഉപായവുമില്ല. സ്വർഗം പാവന ലോകമാണ്. സ്വർഗത്തിൻ്റെ അധികാരിയാകണമെങ്കിൽ തീർച്ചയായും പാവനമാകേണ്ടതുണ്ട്. സ്വർഗത്തിൽ പോകുന്നവർ പിന്നെ നരകത്തിൽ എങ്ങനെയാണ് മുങ്ങിത്താഴുന്നത്? അതിനാൽ പറയുന്നു, മന്മനാഭവ. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ അന്തുമതി സോഗതി ഉണ്ടാകും. സ്വർഗത്തിൽ പോകുന്നവർ വികാരത്തിൽ പോവുകയില്ല. ഭക്തർ ഇത്രയും വികാരത്തിൽ പോകുന്നില്ല. സന്യാസിമാരും പവിത്രമാകൂ എന്ന് പറയുകയില്ല. കാരണം സ്വയമേ വിവാഹം കഴിപ്പിക്കുകയാണ്. അവർ ഗൃഹസ്ഥികളോട് പറയും, മാസം തോറും വികാരത്തിൽ പോയിക്കൊള്ളൂ. ബ്രഹ്മചാരികളോട് നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് പറയുകയില്ല. നിങ്ങളുടെ പക്കൽ ഗാന്ധർവ വിവാഹം ചെയ്യുന്നു. എന്നിട്ടും അടുത്ത ദിവസം കളി സമാപ്തമാക്കുന്നു. മായ വളരെയധികം പരിശ്രമിക്കുന്നു. എന്നിരുന്നാലും പവിത്രമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ഈ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. പിന്നെയാണ് പ്രാപ്തി. അവിടെയാണെങ്കിൽ രാവണ രാജ്യമേ ഇല്ല. ക്രിമിനൽ ചിന്തകളെ ഉണ്ടായിരിക്കുന്നില്ല. രാവണൻ ക്രിമിനലാക്കുന്നു, ശിവബാബ സിവിൽ ആക്കുന്നു. ഇതും ഓർമ്മിക്കണം. ഓരോ വീട്ടിലും ക്ലാസ് ഉണ്ടായിരിക്കുമെങ്കിൽ എല്ലാവരും മനസ്സിലാക്കിക്കുന്നവരായി മാറും. ഓരോ വീട്ടിലും ഗീതാ പാഠശാല ഉണ്ടാക്കി വീട്ടുകാരെ നന്നാക്കണം. ഇങ്ങനെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. സാധാരണക്കാരും ദരിദ്രരും അവർ സമാന വിഭാഗത്തിലുള്ളവരെ പോലെയാണ്. വലിയ വലിയ വ്യക്തികൾക്ക് ചെറിയ ചെറിയ വ്യക്തികളുടെ സത്സംഗത്തിൽ വരുന്നതിലും ലജ്ജ തോന്നും. കാരണം ഇന്ദ്രജാലമുണ്ട്, സഹോദരി സഹോദരനാക്കി മാറ്റുന്നു എന്ന് കേട്ടിരിക്കുകയാണ്. ഇത് നല്ലതല്ലേ? ഗൃഹസ്ഥിയിൽ എത്ര കുഴപ്പങ്ങളുണ്ടാകുന്നു, പിന്നെ എത്ര ദുഃഖിതരാകുന്നു. ഇത് ദുഃഖത്തിൻ്റെ ലോകം തന്നെയാണ്. അപാര ദുഃഖമാണ്. അവിടെ സുഖവും അപാരമായിരിക്കും. നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കാൻ പരിശ്രമിക്കൂ. 25-30 മുഖ്യ ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തൂ. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നതിനായി എത്ര പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. ബാബ ഈ രഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ ദാദായും സ്റ്റുഡൻ്റാണ്. ദേഹധാരികളെല്ലാം സ്റ്റുഡൻ്റാണ്. പഠിപ്പിക്കുന്ന ടീച്ചർ വിദേഹിയാണ്. നിങ്ങളെയും വിദേഹിയാക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, ശരീരത്തിൻ്റെ ബോധം ഉപേക്ഷിച്ചുകൊണ്ടേ പോകൂ. ഈ കെട്ടിടവും മറ്റും ഒന്നും അവശേഷിക്കുകയില്ല. അവിടെ സർവ്വതും പുതിയത് ലഭിക്കേണ്ടതുണ്ട്. അവസാനം നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരമുണ്ടാകും. ആ ഭാഗത്ത് അറ്റോമിക് ബോംബിലൂടെ വിനാശം വളരെയധികം ഉണ്ടാകും എന്നത് അറിയുന്നുണ്ട്. ഇവിടുത്തെ സംബന്ധിച്ച് രക്തത്തിൻ്റെ നദികളാണ്. ഇതിൽ സമയമെടുക്കുന്നു. ഇവിടെയുള്ള മൃത്യു വളരെ മോശമായതാണ്. ഇത് അവിനാശി ഖണ്ഡമാണ്. മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ ഒരു കോൺ ഭാഗം പോലെയാണ്. ഡ്രാമയനുസരിച്ച് ഇവിടെ അവരുടെ പ്രഭാവം വരുന്നതേയില്ല. ഇവിടെ രക്തത്തിൻ്റെ നദികൾ ഒഴുകുന്നു. ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇവർക്ക് ബോംബുകൾ പോലും ലോണായി നൽകിയേക്കാം. എറിയുമ്പോൾ തന്നെ ലോകം ഇല്ലാതായി പോകും വിധത്തിലുള്ള ബോംബുകൾ ലോണായി നൽകുകയില്ല. ലഘുവായ ക്വാളിറ്റിയിലുള്ളതായിരിക്കും നൽകുക. ഉപയോഗമുള്ള വസ്തുക്കൾ ആർക്കും നൽകാറില്ല. വിനാശം കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ സംഭവിക്കുക തന്നെ വേണം. പുതിയ കാര്യമല്ല. അനേകം ധർമ്മങ്ങളുടെ വിനാശവും ഏകധർമ്മത്തിൻ്റെ സ്ഥാപനയും. ഭാരതഖണ്ഡം ഒരിക്കലും വിനാശമാകുന്നില്ല. ഒന്നും അവശേഷിക്കാനേ പോകുന്നില്ല. എല്ലാവരും മരിക്കുകയാണെങ്കിൽ പിന്നെ പ്രളയമുണ്ടായേനെ. ദിനം പ്രതിദിനം നിങ്ങളുടെ ബുദ്ധി വിശാലമായി കൊണ്ടിരിക്കും. നിങ്ങൾക്ക് വളരെയധികം റിഗാർഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇത്രയും റിഗാർഡില്ല. അതിനാൽ പാസ്സാകുന്നത് കുറവാണ്. ബുദ്ധിയിൽ വരുന്നതേയില്ല. എത്ര ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ വരുന്നതും വൈകിയായിരിക്കും.
വീഴുന്നുവെങ്കിൽ പിന്നെ സമ്പാദ്യം ഇല്ലാതായി പോകുന്നു. കറുപ്പിലും കറുപ്പായി മാറും. പിന്നെ അവർക്ക് നിൽക്കുവാൻ സാധിക്കില്ല. എത്ര പേർ പോകുന്നു, എത്ര പോകാൻ പോകുന്നവരുമുണ്ട്. സ്വയവും മനസ്സിലാക്കാൻ സാധിക്കും. ഈ അവസ്ഥയിൽ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഗതി എന്താകും? വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. ബാബ പറയുന്നു, കുട്ടികളായി നിങ്ങൾ ശാന്തി സ്ഥാപിക്കുന്നവരാണ്. നിങ്ങളിൽ തന്നെ അശാന്തി ഉണ്ടാവുകയാണെങ്കിൽ പദവി ഭ്രഷ്ടമായി പോകും. ആർക്കും ദുഃഖം നൽകുന്നതിൻ്റെ ആവശ്യമില്ല. ബാബ എത്ര സ്നേഹത്തോടെ എല്ലാവരെയും കുട്ടികളെ കുട്ടികളെ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. പരിധിയില്ലാത്ത പിതാവാണല്ലോ. ഇതിൽ മുഴുവൻ ലോകത്തിൻ്റെയും നോളജുണ്ട്. അതിനാലാണല്ലോ മനസ്സിലാക്കിക്കുന്നത്. ഈ ലോകത്തിൽ എത്ര പ്രകാരത്തിലുള്ള ദുഃഖമുണ്ട്. അനേകം ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. എപ്പോഴാണോ നിങ്ങൾ ഇത് തെളിയിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, അപ്പോൾ മനസ്സിലാക്കും ഈ കാര്യം തീർത്തും ശരിയാണ്. ഇത് അപാര ദുഃഖമാണ്. അത് ഒരു ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ദൂരീകരിക്കാൻ സാധിക്കില്ല. ദുഃഖങ്ങളുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കുമെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധിയിലിരിക്കും. ബാക്കി കേട്ടിട്ടും കേൾക്കാത്തതുപോലെ നടിക്കും, അവഗണിക്കും എന്നർത്ഥം. ചെമ്മരിയാട് വാദ്യത്തിലൂടെ എന്തറിയുവാനാണ് എന്ന് അവരെക്കുറിച്ച് തന്നെയാണ് പാടപ്പെട്ടിട്ടുള്ളത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളായ നിങ്ങൾക്ക് ഇങ്ങനെ പുഷ്പം ആകേണ്ടതുണ്ട്. ഏതെങ്കിലും അശാന്തിയോ മലിനതയോ ഉണ്ടായിരിക്കാൻ പാടില്ല. അശാന്തി വ്യാപിപ്പിക്കുന്നവർ ദേഹാഭിമാനിയാണ്. അവരിൽ നിന്നും അകന്നിരിക്കണം. സ്പർശിക്കാൻ പോലും പാടില്ല. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം. ഇതുപോലെ പഠിപ്പിക്കുന്ന ടീച്ചർ വിദേഹിയാണ്. ആ ഒന്നിന് ദേഹത്തിൻ്റെ ബോധം ഇല്ലയോ, അതേപോലെ വിദേഹിയാകണം. ശരീരത്തിൻ്റെ ബോധം ഉപേക്ഷിക്കണം. ക്രിമിനൽ ആയി പരിവർത്തനപ്പെടുത്തി സിവിൽ ആയി ആക്കണം. തൻ്റെ ബുദ്ധിയെ വിശാലമാക്കണം. ശിക്ഷകളിൽ നിന്നും ഒഴിവാകുന്നതിനായി ബാബയുടെയും പഠനത്തിൻ്റെയും റിഗാർഡ് വയ്ക്കണം. ഒരിക്കലും ദുഃഖം നൽകരുത്. അശാന്തി വ്യാപിപ്പിക്കരുത്. വരദാനം. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ നാച്ചുറൽ നേച്ചറിലൂടെ കല്ലിനെയും ജലമാക്കുന്ന മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരമായി ഭവിക്കട്ടെ. ലോകത്തുള്ളവർ പറയുന്നു സ്നേഹം കല്ലിനെയും അലിയിക്കുമെന്ന്. അതേപോലെ ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളുടെ നാച്ചുറൽ നേച്ചറാണ് മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരം. താങ്കളുടെ അടുക്കൽ ആത്മീയ സ്നേഹത്തിൻ്റെ പരമാത്മാ സ്നേഹത്തിൻ്റെയും ശക്തിയുണ്ട്. അതിലൂടെ ഭിന്ന ഭിന്ന നേച്ചറിനെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. ഏതുപോലെ സ്നേഹത്തിൻ്റെ സാഗരം തൻ്റെ സ്നേഹസ്വരൂപത്തിൻ്റെ അനാദി നേച്ചറിലൂടെ കുട്ടികളായി നിങ്ങളെ തൻ്റേതാക്കി മാറ്റി, അതേപോലെ താങ്കളും മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരമായി വിശ്വത്തിലെ ആത്മാക്കൾക്ക് സത്യവും നിസ്വാർത്ഥവും ആത്മീയവുമായ സ്നേഹം നൽകൂ. അപ്പോൾ അവരുടെ നേച്ചർ പരിവർത്തനപ്പെടും. സ്ലോഗൻ. തൻ്റെ വിശേഷതകളെ സ്മൃതിയിൽ വച്ച് അവയെ സേവനത്തിൽ വിനിയോഗിക്കൂ. അപ്പോൾ പറക്കുന്ന കലയിൽ പറന്നുകൊണ്ടിരിക്കും. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ
ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു.